ഇത്രയും കാര്യങ്ങൾ ഫോളോ ചെയ്ത ഒരു സാരിയെ മാത്രമേ നമുക്ക് കാഞ്ചീപുരം സാരി എന്ന് വിശേഷിപ്പിച്ച് അത് സെല്ല് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഈ നിയമം അനുസരിച്ച് ഹാൻഡ്ലൂം റിസർവേഷൻ ഓഫ് ആർട്ടിക്കിൾസ് ഫോർ പ്രൊഡക്ഷൻ ആക്ട് 1985 ഇന്ത്യ ഗവൺമെന്റ് കൊണ്ടുവന്ന ഒരു നിയമമാണ്. ഇത് പ്രധാനമായിട്ടും ഇന്ത്യയിലെ ഹാൻഡ്ലൂം മേഖലയെ, കൈത്തറി മേഖലയെ സംരക്ഷിക്കുക എന്നതും അതുപോലെ തന്നെ കൈത്തറി തൊഴിലാളികളെ, നെയ്ത്ത് തൊഴിലാളികളെ അവരുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തുക എന്നതുമൊക്കെ ലക്ഷ്യമാക്കി കൊണ്ടുവന്ന ഒരു നിയമമാണ്. ഈ നിയമം അനുസരിച്ച് കാഞ്ചീപുരം സാരി എന്ന് വിശേഷിപ്പിക്കപ്പെടണമെങ്കിൽ അതിനകത്ത് കുറച്ച് കണ്ടീഷൻസ് പറയുന്നു. അപ്പോൾ അതിലൊന്ന് പ്രധാനമായിട്ടും ഇത് കാഞ്ചീപുരം റീജിയനിൽ, കാഞ്ചീപുരം ഏരിയയിൽ, കാഞ്ചീപുരത്ത് തന്നെ നെയ്തതാവണം എന്നത്, അത് തന്നെയാണ് പ്രധാനം. രണ്ടാമത് ഇത് ഹാൻഡ് വൂവൺ, കൈകൊണ്ട് തന്നെ നെയ്തതാവണം എന്ന് പറയുന്നുണ്ട്. കൈകൊണ്ട് തന്നെ നെയ്തതാവണം എന്ന് പറയുന്നതിനോടൊപ്പം പരമ്പരാഗത തറികളിൽ കൈകൊണ്ട് നെയ്തെടുത്തതാവണം ഈ സാരികൾ. അതിനകത്ത് ഉപയോഗിക്കുന്ന മെറ്റീരിയൽസിന്റെ ക്വാളിറ്റി അത് പ്യുവർ ആയിരിക്കണം, പ്യുവർ സിൽക്ക് ആയിരിക്കണം, അതുപോലെ തന്നെ പ്യുവർ ജെറി ആയിരിക്കണം അതിൽ ഉപയോഗിക്കേണ്ടത്. മറ്റൊന്നുകൂടി പറയുന്നു, ഓതറൈസ്ഡ് പ്രൊഡ്യൂസേഴ്സ് അല്ലെങ്കിൽ വീവേഴ്സ്, അംഗീകരിക്കപ്പെട്ട വീവേഴ്സ് നെയ്ത സാരികൾ, അതായത് ഇത് പരമ്പരാഗതമായിട്ട് ഈ തൊഴിൽ ചെയ്തു വരുന്ന ആ വീവേഴ്സ്, ആ നെയ്ത്തുകാർ ചെയ്ത സാരികൾ. ഇത്രയും കാര്യങ്ങൾ ഫോളോ ചെയ്ത ഒരു സാരിയെ മാത്രമേ നമുക്ക് കാഞ്ചീപുരം സാരി എന്ന് വിശേഷിപ്പിച്ച് അത് സെല്ല് ചെയ്യാൻ സാധിക്കുകയുള്ളൂ ഈ നിയമം അനുസരിച്ച്. ലക്ഷ്മി സിൽക്സ്, ടി ബി റോഡ്, കോട്ടയം.